അപ്പോൾ വെൽക്കം ബാക്ക് ടു ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നിൽക്കുകയാണ്. ഫോണൊക്കെ കുറച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു കുറച്ച് വീഡിയോസ് ലാഗായി. കാരണം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ബസ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു, അതായത് ഫുൾ മെറ്റീരിയൽസിൻ്റെ ഫോം ഷീറ്റ്, പിന്നെ പെയിൻറ് ചെയ്യുന്ന ഐറ്റംസ്, ബോഡി പാർട്സുകളെല്ലാം ചെയ്യുന്ന ഐറ്റംസ്, നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അടക്കം നമ്മളെന്ന് പറയുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലത് ആക്രി ഐറ്റംസ് ഉണ്ട്, ചിലത് വാങ്ങിക്കുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാം. എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഇടയ്ക്ക് വെച്ച് കഴിക്കരുത്. അതെന്തായിരുന്നു ബ്രോ, ഇതെന്തായിരുന്നു, ഇതെന്തിനാണെന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് എല്ലാം അതുപോലെ യൂസ് ചെയ്ത് നോക്കുക. സെറ്റായിരിക്കും റിസൾട്ട്. ഓക്കെ ഗൈസ്, കൺഫേം. അപ്പോൾ ഗൈസ് കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഐറ്റം കാണിക്കും, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരു പോയിന്റ്സ് ആഡ് ചെയ്യണം ഗൈസ്, 60 പോയിന്റ്. അപ്പോൾ അത് ആഡ് ചെയ്യണം. വീഡിയോ കുറച്ച് ഹൈപ്പിലേക്ക് പോകും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അതിൽ കൂടെ ചെയ്യും. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോം ഷീറ്റ് വേണ്ടത് ഗൈസ്. ഫോം ഷീറ്റ് ഇതാണ് ഫോം ഷീറ്റ്. ഇത് 3mm തിക്നെസ്സിലാണ് നമ്മൾ പോലെ നമ്മൾ 3mm തിക്നെസ്സിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത്ര തിക്നെസ് ഉള്ള ഷീറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് ഏകദേശം 8x4 സൈസിന് വരുന്നത് 570 അത്ര റേറ്റാണ്. പലയിടത്തും പല റേറ്റാണ്. ചിലതൊക്കെ ഇതിലും കുറച്ച് റേറ്റിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ പീസ് ഞാൻ കാണിക്കാം. ഇത്ര വലിയ പീസ് കാണിച്ചു കഴിഞ്ഞാൽ പൊക്കാൻ പറ്റും. പൊക്കാനല്ല, വീഡിയോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ള ഇതാണ്. ഇത്ര തിക്നെസ്സുള്ള ഷീറ്റാണ് ഇത്. ഇങ്ങനെ വളയത്തില്ല സംഭവം. ഇതൊരു സൈഡിലോട്ട് വളയത്തില്ല. കണ്ടോ, ഇങ്ങനെ വളയും. ഒത്തിരി വളച്ചോണ്ട. അപ്പൊ ഇതൊരു സൈഡിലോട്ട് വളയത്തുള്ളൂ, ഒരു സൈഡിലോട്ട് ഇങ്ങനെ വളയത്തില്ല. ഇതിന്റെ ഈ വെബ്സൈറ്റിൽ വളയും. അപ്പൊ അതാണ് നമ്മളെ ഫോം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ഷീറ്റാണ്. അതിലാണ് നമ്മളെല്ലാ ബോഡി പാർട്സുകളും സൈഡും ഫ്രണ്ടും ബാക്കും ടോപ്പും എല്ലാ സീറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ അതിലാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് വീഡിയോ ചെയ്സ് എല്ലാം ഉൾപ്പെടെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്ബോർഡ് ഷീറ്റുകളാണ് ഗൈസ്. കാർഡ്ബോർഡ് ഷീറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്കൊരു കടയിൽ കിട്ടിയത്. ഞാൻ ആ കടയിൽ കാർഡ്ബോർഡ് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ഈ സാധനം ചോദിച്ചത്. ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് എനിക്ക് തന്നത്. ഇതിന് ഏകദേശം 20 or 15 ഉണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇത് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ, ഇപ്പം ഞാൻ ഇത് ബീഡിങ്ങിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വേറെ ചില കാർഡ്ബോർഡും ഉണ്ട്. അപ്പോൾ ബീഡിങ്ങിന് ഉപയോഗിക്കുന്നത് മെയിനായിട്ടുള്ള ബീഡിങ് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ബസ്സിൻ്റെ ഈ സൈഡിൽ വരുന്ന ബീഡിങ് ഉണ്ടോ, ഈ ഒരു വിൻഡോയിൻ്റെ ബീഡിങ് ഇടും. ഇതിനാണ് ഞാൻ മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതായിരുന്നു, എന്താ PVC ആയിരുന്നു. പക്ഷേ അത് നമുക്ക് കട്ട് ചെയ്യാനും ഇത്ര ചെറുതായിട്ട് സെറ്റപ്പ് ചെയ്യാനും കുറച്ച് ടഫായതുകൊണ്ട് നമ്മളത് ഇനിയുള്ള ബസ്സുകളിലെല്ലാം ഇനി ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, സെറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന ബീഡിങ്ങിലുണ്ട് ഈ ഒരു റബ്ബർ ബീഡിങ് വരുമായിരുന്നു, അതിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ബീഡിങ് റബ്ബർ ബീഡിങ് പോലെ വരുന്ന ബീഡിങ്ങിന് അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയില്ല എയർവെല്ലൊക്കെ യൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ടുള്ള നമ്മളെ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഫോം അടുത്തൊരു കാർഡ്ബോർഡ് ഉണ്ട്, കാണിച്ചു. ഇതുപോലുള്ള കാർഡ്ബോർഡുകൾ അറിയാലോ, ഇങ്ങനെയുള്ള തുണി മെറ്റീരിയൽസിന്റെ കാർഡ്ബോർഡുകൾ. അങ്ങനെയുള്ള കാർഡ്ബോർഡുകളാണ് നമ്മുടെ ചില ബിൽഡിങ്ങുകൾക്ക് ഉപയോഗിക്കുന്നത്. സൈഡ് ബിൽഡിങ്ങിനൊക്കെ ഞാൻ ഒരു വണ്ടിക്ക് അതാണ് ഉപയോഗിച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. എനിക്കൊരു 2 പേർക്കാണ് ഗൈസ്. അപ്പോൾ അടുത്ത ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോകാം. അല്ല, പെയിൻറ്റിങ് അല്ല, പശയിലോട്ട് പോകാം. പശയാണല്ലോ അടുത്ത ഘടകം.
നമ്മുടെ ഈ ഒന്ന് മെയിനായിട്ടുള്ള വശമെന്ന് പറയുന്നത് രണ്ട് ഇത് രണ്ടുമാണ് മെയിൻ വശം. ഒരെണ്ണം കൂടെ ഉണ്ട് എട്ട്. ഈ പശ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയായിരിക്കും. നമ്മുടെ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഗൈസ്. അപ്പോൾ 3 വശമാണ്. ഫസ്റ്റ് റീബോണ്ട്, അതേപോലെ B7000 എന്ന് പറഞ്ഞ ഗമ്മകൾ. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം ഞാൻ പറഞ്ഞിരുന്നത് കാർബോർഡ് പറഞ്ഞായിരുന്നു. ഇതിനകത്ത് റേറ്റില്ല. ഇതിന് 45 രൂപ മുതൽ അവൈലബിൾ ആണ്. ഇത് ഇച്ചിരി കൂടി നമ്മൾ ഇച്ചിരി രൂപ. ഇത് നമുക്ക് 60 രൂപ, 55 രൂപ, കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചിലപ്പോൾ തരും. അപ്പോൾ ഇത് പ്ലസ് ക്യൂക്ക് ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോം ഷീറ്റുകളെല്ലാം ജോയിൻ ചെയ്തത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് എത്ര വർഷമാണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഗ്ലാസ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ പശ. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അതേപോലെ പുസ്തക പോലെ മുഖം വെച്ചില്ല, ഇതുപോലെ മഞ്ഞ കളറില്ല, ട്രാൻസ്പെറൻ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിന് പോകാം. പെയിൻറ്റിങ്ങിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഘടകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബോഡി പില്ലർ. അപ്പോൾ നമ്മൾ ബോഡി എല്ലാം കെട്ടിക്കഴിയും. ബോഡി പില്ലർ നമ്മൾ സെറ്റാക്കി ഈ ഒരു സ്റ്റേജിൽ എത്തിയെന്ന് വിചാരിക്കുക. ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നമ്മളിടുന്നതാണ് ബോഡി പില്ലർ. ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ, ജോയിൻറ്റ് വരുന്ന ഗ്യാപ്പുകൾ, ഇതുപോലത്തെ ഇവിടുത്തെ ഗ്യാപ്പുകൾ, അങ്ങനെയുള്ള എല്ലാവിധ ഗ്യാപ്പുകൾ, വലിയ ഗ്യാപ്പുകളായിക്കോട്ടെ മെയിൻ ഗ്യാപ്പുകളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോഡി പില്ലർ. അപ്പോൾ ഇതിന് ഏകദേശം 76 രൂപയാണ് വരുന്നത്. ഇത് എത്ര ഗ്രാമാണ്? 200 ഗ്രാമിൻ്റെയാണ്. ഇത് ഞാൻ ഫ്രഷായിട്ട് വാങ്ങിച്ചാണ്. ഇതിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങിച്ചാൽ അതൊരു ഏകദേശം ഒരു 1 year ആയില്ലേ, ഒരു 10 മാസം 9-10 മാസമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് കുറേ നാളിരുന്നുകൊണ്ട് തന്നെ കട്ടിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇത് ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചാണിത്. അതൊത്തിരി തീരാറായി. അതിനോട് കിട്ടുന്നതാണിത്. ഈ ഒരു പേസ്റ്റ് എന്ന് വെച്ചാൽ ഈ റോസ് വാട്ടർ പേസ്റ്റ്, ഇതിലൂടെ മാത്രം കിട്ടുന്ന ഒരു പേസ്റ്റാണ്. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം മിക്സ് ചെയ്യാൻ. അതായത് മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം മഴയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പേസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും. കുറച്ച് പൊടിക്ക് ഇത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത്രയും ക്യാനുവിന് വേണ്ടി ഇത്രയും ചെറിയൊരു പക്ഷേ പേസ്റ്റ്. അപ്പം ആ ഒരു സംഭവം കഴിയും. നമ്മളതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതാരിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കറിയത്തില്ല. കുറേ പേരോട് ചോദിച്ചതൊക്കെ എന്തോ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എപ്പോക്സി പ്രൈമർ എന്ന് പറയുന്നത്. എപ്പോക്സി പ്രൈമർ 1 gallon. അപ്പോൾ ഇത് ഗ്രേ കളറാണ് ഗൈസ്. അപ്പോൾ ഇതിന് ഏകദേശം ഇതിനകത്ത് 253 ഇന്നത്തെ കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. 200 രൂപയ്ക്ക് അങ്ങാണ്ട് എനിക്ക് കിട്ടിയത് സംഭവം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റലിന് വേണ്ടിയിട്ടാണ്. മെറ്റലിന് തുരുമ്പ് പിടിക്കാതിരിക്കാനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൈമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് കുറച്ച് തിക്കായിട്ടുള്ള പ്രൈമർ. തിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഴികളെല്ലാം അടഞ്ഞു കിട്ടും ഈ പ്രൈമർ. അപ്പം ഞാൻ ഇതിലെ 2 കോട്ട് ഞാൻ ബെസറിട്ട് 2 അല്ലെങ്കിൽ സിംഗിൾ കോട്ട് അടിച്ചിട്ട് അത് സാൻഡ് ചെയ്യും. ആ ഒരു സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ബോഡി പില്ലറുടെ കാര്യം പറയാൻ നോക്കി കഴിയുന്നത്. ബോഡി പില്ലർ മിക്സ് ചെയ്യാൻ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചെറിയ കേസ് പീസ് ഈ ഒരു ഇത് വെച്ചിട്ടാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് പറഞ്ഞാൽ കട്ടിയായി പോയാണ് കേസ്. ഇതിപ്പോൾ നമ്മളത് അടിച്ചിട്ടിരിക്കുകയാണ്. ആ ഒരു എപ്പോക്സി പ്രൈമർ നമ്മൾ അടിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് ചെറിയ കുഴികളും കാര്യങ്ങളും അടഞ്ഞു കിട്ടും. അതുപോലെ ആ ഒരു ബോഡിക്ക് നല്ലൊരു പെയിന്റുകൾ ആ ഒരു ബോഡി പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊരു സെറ്റാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് സാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിന് മുന്നേ ഞാൻ പറയാൻ മറന്നുപോയത്, ഈ ഒരു സാൻഡ് പേപ്പർ എന്ന് വെച്ചാൽ ഇത് 80-ൻ്റെയാണ് യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ.
അതാണ് ബോഡി ഫ്ലവർ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇതേപോലെ ഒരു ഇതേപോലെ ഇതിൽ തടി പീസിലോ അല്ലെങ്കിൽ ഇത് മൾട്ടിവുഡാണ്. അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക സാൻഡ് പേപ്പർ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടും, പ്ലെയിൻ ആയിട്ടുള്ള സൈഡ് കിട്ടും. നമ്മുടെ കൈ വെച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു കുഴി പോലെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് സ്മൂത്ത്നെസ്സോ ഒരു പക്ക ഫിനിഷ് കിട്ടത്തില്ല. ഇതാകുമ്പോൾ പക്ക ഫിനിഷ് കിട്ടും. അത് വെച്ച് സാൻഡ് ചെയ്യുക. ആ സാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എപ്പോക്സി അടിക്കുന്നത്. എപ്പോക്സി അടിച്ചൊരു ഒരു ദിവസമൊക്കെ വെക്കണം, എങ്കിലും നല്ലപോലെ അതൊന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സാൻഡ് ചെയ്യാൻ നേരം ചിലപ്പോൾ അത് ഈ ഉണങ്ങത്തില്ല, പെട്ടെന്ന് ഉണങ്ങത്തില്ല. അപ്പം അതിൻ്റെ ചില വിഷയങ്ങൾ വരും. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ 400 പേപ്പർ. 400 പേപ്പർ നല്ല വെള്ളം ഒഴിച്ച് വേണം വണ്ടി കഴിക്കാൻ. ഞാൻ വണ്ടി ഫുള്ള് വെള്ളത്തിൽ നോക്കിയിട്ടെടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. വണ്ടി വാട്ടർ പ്രൂഫ് അങ്ങനെ സീനില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് ഇപ്പം 400-ൻ്റെയാണ് ആ ഒരു സാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സാൻഡ് പേപ്പറിൻ്റെ ഒക്കെ വലിയ അഞ്ചരിക്കുമ്പോൾ 20 രൂപയാണ് വരുന്നത് ഒരു ഷീറ്റിന്. എല്ലാ സാൻഡ് പേപ്പറും 20 രൂപ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ടുള്ളൊരു പിന്നെ കുഴികൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ബോഡി ഫില്ലർ ഉപയോഗിച്ച് അടയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ ബോഡി ഫില്ലർ ഉപയോഗിച്ച് അടയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ AC പുട്ടി എന്ന് പറയുന്നത്. ഇതാണ് മിക്ക ആൾക്കാരും ബോഡി ഫില്ലറിന് വരെ ഉപയോഗിക്കുന്നത്. ഇത് ബോഡി ഫില്ലറിന് വരെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത് 8ൻ്റെ പണി കിട്ടുന്ന വർഷമാണ്. പക്ഷേ കുട്ടിയാണ് ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ഗ്യാപ്പുകൾ അടയ്ക്കാനൊന്നും ഒട്ടും പോകത്തില്ല. ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കാണിക്കാനുള്ള മിസ്സില്ല. ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു വര വേണം, അത് നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. അതേപോലെ ഇത് നമുക്ക് വേണമെങ്കിൽ പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. നല്ലപോലെ ടിന്നർ ഉപയോഗിച്ച് പെൻസിൽ ടിന്നർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നല്ല ലൂസ് ആക്കിയിട്ട് നമ്മൾ എയർ ബ്രഷ് വെച്ചിട്ട് വേണം അടിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അടിക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രഷിൻ്റെ വര വീഴും. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ എയർ ബ്രഷ് ഒക്കെ വെച്ചടിക്കുക, പക്കയായിട്ട് കിട്ടും. എന്നിട്ട് അത് നമ്മൾ സാൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് അത് ബ്രഷ് വരച്ചിട്ട് എന്നിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിന് മുന്നേ ഉപയോഗിക്കുന്ന പ്രൈമറാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രൈമർ. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൈമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 590 ഇന്നത്തെ അയച്ചിട്ടുണ്ട്. ഞാൻ രണ്ടെണ്ണം ഉണ്ടാകും. അപ്പം ഏകദേശം 500 വന്നിട്ടില്ല, 500-അകത്തായിട്ടേ ഉള്ളൂ. ഇത് വൈറ്റ് കളറാണ്. അതേപോലെ തന്നെ നമ്മൾ വൈറ്റ് പെയിന്റ് അടിക്കുന്നത് കൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വരുന്ന പെയിന്റ് എന്ന് വെച്ച് പ്രൈമറിൻ്റെ കളർ എന്ന് വെച്ചാൽ ഗ്രേ കളറാണ്. അപ്പം ഗ്രേ നമുക്ക് കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യും വൈറ്റ് അടിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ വൈറ്റ് പ്രൈമറും അടിച്ചിട്ടാണ് വൈറ്റ് പെയിന്റിലേക്ക് പോകുന്നത്. വൈറ്റ് പെയിന്റ് എല്ലാവർക്കും അറിയാം, കുറച്ച് സ്പ്രേ പെയിന്റുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ പല റേറ്റിലുള്ളതുണ്ട്. ഇത് വലുതാണ്, ഇതിൻ്റെ റേറ്റ് ബ്ലാക്കാണ് കേട്ടോ. ഇനി 245 ഉണ്ട്, 200 രൂപ അടുത്തൊക്കെ വരും. അപ്പോൾ അതാണ് നമ്മൾ പെയിന്റുകൾ ഇങ്ങനെ വൈറ്റ് ബ്ലാക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറാണെങ്കിൽ നമുക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ലൈറ്റ് വർക്ക് കഴിഞ്ഞാൽ ലൈറ്റ് വർക്കിലോട്ട് എടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ സോറി ഗൈസ്, ബ്ലേഡുകൾ ഇതൊരു മെയിൻ സാധനമാണ്. ഇതിലേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ക്രാഫ്റ്റ് ബ്ലേഡുകൾ അതായിരിക്കും. ഇതിൻ്റെയൊക്കെ വില എത്ര ഞാൻ ഓർക്കുന്നില്ല, പണ്ട് വാങ്ങിച്ച കുറേ. ഇതിൻ്റെ വില ഇതിന് ഏകദേശം 60 രൂപ, ചിലടത്ത് 30 രൂപ, ചിലടത്ത് 60 രൂപ. ഇതിനൊക്കെ ബ്ലേഡുകളുണ്ട്. ഇതാണ് ഇതിനകത്ത് ഈ ചോമ്പിനകത്ത് ഇരുന്ന ഇഷ്ടമുള്ള ബ്ലേഡുകൾ. അപ്പോൾ അത് മെയിൻ ഘടകമാണ് ബ്ലേഡുകൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ കാണിക്കുന്നതാണ്. സ്കെയിലുകളിൽ നമ്മുടെ ഈ കുറച്ചധികം സ്കെയിലുകളുണ്ട് ഗൈസ്. ഒരു 4-5 സ്കെയിലുണ്ട്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ കിട്ടും. അതേപോലെ നല്ല വലിയ നമുക്കൊക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല, ഇതിന് ഏകദേശം നല്ല വിലയുള്ള സാധനമാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സ്കെയിലുകൾ, ഇതിൻ്റെ കപ്പലിപ്പുറത്ത് വരയ്ക്കാനായിട്ടുള്ള സ്കെയിലുകൾ. അതേപോലെ മെറ്റൽ സ്കെയിൽ, ചെറിയ 30-ൻ്റെ മെറ്റൽ സ്കെയിൽ, 30-ൻ്റെ മറ്റേ പ്ലാസ്റ്റിക് സ്കെയിൽ, 15-ൻ്റെ പ്ലാസ്റ്റിക് സ്കെയിൽ. ഇത്ര 3, 4, 5 സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. സ്കെയിലിൻ്റെ കഴിക്കുന്ന സ്കെയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട്
അടുത്തതായിട്ട് ലൈറ്റ് വർക്കില്ലേ. ലൈറ്റ് വർക്കോട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തോട്ട് കൊണ്ടുവരാം. ആ 3 mm ലൈറ്റാണ്. ഫുള്ള് വൈറ്റ് കളറാണ്. ഇതിൻ്റെ പല കളർ അവൈലബിളാണ്. ഇതേപോലെ പച്ച, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, നീല അങ്ങനെയുള്ള കുറച്ച് കളറുകൾ അവൈലബിൾ ആണ്. അപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പോൾ വൈറ്റും റെഡും അല്ലെങ്കിൽ വൈറ്റും വേറൊരു മൾട്ടി കളറുമായിട്ട് ബാറ്ററി എടുക്കത്തില്ല. അപ്പം ഞാൻ ഫുള്ള് വൈറ്റാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ എവിടെ കളർ ചേഞ്ച് ഇപ്പോൾ ഓറഞ്ച് വരുന്നിടത്ത് നമ്മൾ ഓറഞ്ച് കളറിലേക്ക് അപ്പോൾ അത് ഓറഞ്ച് രീതിയിൽ കത്തും. അതാണ് ഞാൻ ചെയ്യുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ കേസ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതിനുള്ള റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 E-ൻ്റെ റെസിസ്റ്ററാണ്. 100 E. ലൈറ്റിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല. ശരിക്കും 200 അത്ര കണ്ടാന്ന് തോന്നുന്നു. ഇതിന് ഏകദേശം അത്രയൊക്കെ ഉള്ളൂ. 100-200 ആ റേഞ്ച് കിട്ടും. 100 E റെസിസ്റ്റർ ഉപയോഗിക്കുന്ന വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വയറാണ്. ചെറിയ കേബിളുകൾ. ഇത് നല്ല തിന്നാണ്. നമുക്ക് മറ്റേ ഈ റെഡും ബ്ലാക്കും വയറിൻ്റെ കൂട്ട് അത്രയും കട്ടിയില്ല സംഭവത്തിന്. കട്ട് ചെയ്യാനാലും നല്ല നീളമുള്ളതാണ്. യൂസ് ചെയ്യാനുള്ള എളുപ്പ ഇതാണ് നൈസ്. അപ്പോൾ അത് കഴിഞ്ഞു വയറിങ്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന ലൈറ്റും ഉണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന ഐറ്റമാണ് ഈ ഒരു മോഡ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ഞാൻ കുറച്ച് ബൾക്കായിട്ട് ഞാൻ വാങ്ങിച്ചു. 10-12 വാങ്ങിച്ചപ്പോൾ അതിന് ഏകദേശം 400 രൂപയ്ക്കൊക്കെ മേളിൽ വന്ന് തോന്നുന്നു. ഇതാണ് അതോ ആ ഒരു ഐറ്റം ഇതാണ്. വയറിൻ്റെ വില ഏകദേശം 200 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. 200-100-100-നകത്തും കിട്ടും. ഇതാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഇതുണ്ട്. ഇത് ഒരു സൈഡ് ലൈറ്റ് കൊടുക്കുന്നത്, ഒരു സൈഡ് ബാറ്ററിയോട്ട് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇത് LED, ഇത് ബാറ്ററിയോട്ട് കൊടുക്കുന്നത്. അത് ഇങ്ങനെ ഓരോ മോഡൽ ഫ്ലാഷറായിട്ട് ഉപയോഗിക്കാം. ഒറ്റ കളർ സിംഗിൾ ഫ്ലാഷറായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷറായിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഐറ്റം ഉണ്ട്. ഇത് ഹസാർഡ് മോഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബൈക്കിലൊക്കെ വെക്കുന്ന ലൈറ്റുകൾ ഇങ്ങനെ ആ ലൈറ്റാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് 2 കളർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 ലൈറ്റിൻ്റെ പോസിറ്റീവ് ഇതിനകത്ത് കൊടുക്കാം, 2 ലൈറ്റിൻ്റെ നെഗറ്റീവ് ഇതിനകത്ത് കൊടുക്കാം. ആ ടിപ്പ് എന്നുള്ള നെഗറ്റീവും ഈ പോസിറ്റീവും കൊണ്ട് ലൈറ്റിൽ കൊടുക്കും. ബാറ്ററിൽ കൊടുക്കുമ്പോൾ ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് കത്തും. ഇങ്ങനെ ലൈറ്റ് എടുത്തെടുത്ത് മാറ്റി ഇങ്ങനെ ബാറ്ററി കൊടുക്കുമ്പോൾ പല മോഡായിട്ട് ഇങ്ങനെ മാറി നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട്. അപ്പം അതാണ് മോഡ് കൺട്രോളർ. 2 മോഡ് കൺട്രോളർ. ഇതാണ് ലൈറ്റുകൾക്ക് വേണ്ടി, ഫ്ലാഷറിന് വേണ്ടി, ഇൻഡിക്കേറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റ് മോഡ് കൺട്രോളറാണത്. ലൈറ്റുകൾ ഞാൻ കാണിച്ചു. ഇനി അടുത്തായിട്ടുള്ളത് പെയിന്റിങ്ങിന് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ പെയിന്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട്. ഇതുപോലുള്ള ഇനാമൽ പെയിന്റുകൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഏകദേശം 40-45 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പെയിന്റുകളാണ് ഇനാമൽ പെയിന്റുകൾ. ഇതൊക്കെ ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ടച്ചപ്പിന്. ചില ഫ്രണ്ടിലൊക്കെ ബ്ലാക്ക് വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ടച്ചപ്പ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. പിന്നെ ക്ലിയർ ഉപയോഗിക്കുന്നുണ്ട് പെയിന്റിങ്ങിന്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല, സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്ന മാസ്കിംഗ് ടേപ്പുകൾ പലതരത്തിലുണ്ട്. മാസ്കിംഗ് ടേപ്പ് ഉണ്ട്, ഇൻസുലേഷൻ ടേപ്പ് ഉണ്ട്, അതുപോലെ സെലോ ടേപ്പ് ഉണ്ട്. ഈ 3 ടേപ്പുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പെയിന്റിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. ഇതും നമ്മുടെ മറ്റേ ഇത് ഇൻസുലേഷൻ ടേപ്പ്. ഇത് പക്കയായിട്ട് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റുന്ന ടേപ്പാണ്. ഇത് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ പെയിന്റുകൾ വിളിച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലെ നല്ല ഫിനിഷിങ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മളിതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടിക്കുകളൊക്കെ ഓപ്പണബിൾ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇൻസുലേഷൻ ടേപ്പ്. അല്ല സെലോ ടേപ്പ്. ഈ ബ്രൗൺ കളറാണ് സെലോ ടേപ്പ്. അപ്പോൾ അത് അടുത്ത പെയിന്റിങ്ങിൽ വെച്ചിട്ടുള്ള അടുത്ത ഐറ്റമാണ് ഇതാണ് പെയിന്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയറിലെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ യൂസിനൊക്കെ നല്ലതാണ്. അത്രയും വലിയ യൂസ് ചെയ്യുന്നത് ഇത് ഒരിക്കലും കൊള്ളത്തില്ല. ഒരിക്കലും കൊള്ളത്തില്ല. ചെറിയ വർക്കുകളൊക്കെ സെറ്റാണ്. ഒരു ബസ്സിന് വെക്കാം,
പ്രൈമർ കോട്ട് അടിക്കണം ENC പുട്ടിയിൽ. അപ്പം നല്ല ലൂസ് ചെയ്തിട്ട് അടിക്കാൻ പറ്റും. അത്രയ്ക്ക് നൈസ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇനാമൽ പെയിന്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇനാമൽ പെയിന്റ് അല്ലാത്ത വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടർപ്പൻ ടിന്നർ. ടർപ്പൻ ഇത് ഇനാമൽ പെയിന്റിലൂടെ മിക്സ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്പ്രേ പെയിന്റിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പം സ്പ്രേ പെയിന്റിൽ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഞെക്കി എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ചില പോർഷൻസിലൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ബസ്സിൻ്റെ സൈഡിൽ നമുക്കൊരു പെരടണം. പെരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രകാശം നിരത്തില്ലേ, അപ്പോൾ നമുക്ക് സിൽവർ പെയിന്റ് നമ്മുടെ കയ്യിലുണ്ട്, സ്പ്രേ പെയിന്റ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഇതുവരെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിനോട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പെയിന്റുകളൊന്നും കാണിച്ചില്ല, പിന്നെ പെൻസില്, പേന, മാർക്കർ, CD മാർക്കർ. ഇതാണ് നമ്മൾ ഗ്ലാസ്സിലൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റം. എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയത്തില്ല. ഗ്ലാസ്സിലൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതുപോലുള്ള ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടോ, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ മെയിൻ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അതിനകത്തുള്ള സാധനമാണ്. പിന്നെ നമ്മൾ വെച്ചത് നമ്മളിത് തടി പീസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഗൈസ്, ഇവിടെ തടി പീസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ PVC കാണിക്കാൻ മറന്നുപോയി. PVC ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ചുറ്റിനും. പിന്നെ നെയില് അതിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഉണ്ടോ, ഒരു സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നെയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിന് യൂസ് ചെയ്യുന്നത്. നെയില് നമുക്ക് വേറെ അടുത്ത് യൂസ് ചെയ്യാം, ചെറിയ ഉണ്ടായിരുന്നു. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടാണ്, ഒരു ഡോർ ഓപ്പണിംഗ് സംഭവത്തിലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ നെയിൽസ്. പിന്നെ അവരുടെ തുറ ഈ ഇതുണ്ടോ, കൊമ്പുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി നെയിലാണ് യൂസ് ചെയ്യുന്നത്. കണ്ടാൽ മനസ്സിലാവും. അതിന് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഫ്രണ്ട് പണി നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു അച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാനിങ്ങനെ വരച്ചെടുത്തില്ല. ഞാൻ വരച്ചെടുക്കുന്ന വെച്ചാൽ ഫോണിൽ ടൈപ്പ് ഇട്ടിട്ടാണ്, മാസ്കിൽ ടൈപ്പ് ഇട്ടിട്ടാണ് ഇതേപോലെ വരച്ചെടുക്കും. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യും. എന്നിട്ട് ഡയറക്റ്റ് ഫോം ഷീറ്റ് വെച്ച് വരച്ചിട്ട് നമുക്കപ്പോൾ ഒരേ അളവിൽ ഒരേ ഷേപ്പിൽ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഐറ്റം. പിന്നെ നമ്മൾ വീൽസിൽ ഉപയോഗിക്കുന്നത് ബോൾ ബെയറിംഗ്. ഫ്രണ്ട് വീലിൽ മാത്രമേ ബോൾ ബെയറിംഗ് ഉപയോഗിക്കത്തുള്ളൂ. ഇതാണ് 607 ബോൾ ബെയറിംഗ്. ഏകദേശം എത്ര എനിക്കറിയത്തില്ല. 10 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിലൊക്കെ വില കുറവാണ്, ആമസോണിലും. പിന്നെ ഈ ടൂൾസ് കടയിലൊക്കെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ ഇത് അങ്ങനെ ഐറ്റം. പിന്നെ അറിയേണ്ട ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്രൂ ഡ്രൈവേഴ്സ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ചെറിയ ഹോൾസ് ഇടാൻ, ലൈറ്റുകൾ വെക്കാൻ ചെറിയ ഹോൾ ഇടാൻ. ഇത് പക്കയില്ല, 3mm ലൈറ്റ് വെക്കാൻ നേരം ഇത് വെച്ചിട്ടാണ് ഞാൻ ഹോൾ ഇടുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചോദിച്ചതിനുള്ള കാര്യം ഇതൊക്കെ സാൻഡിങ് ഉപയോഗിക്കുന്ന ഐറ്റം ഞാൻ കാണിക്കാൻ പറഞ്ഞു. ആ ഒരു 50 ടൈമിൽ കണ്ടിട്ടായിരുന്നു സാൻഡിങ് ഉപയോഗിക്കുന്ന ഐറ്റം. ഇത് ഞാൻ അഡാപ്റ്റർ കൊടുത്ത് സെറ്റ് ചെയ്തതാണ്. ഇതിന് ഏകദേശം എത്ര കഴിച്ചാൽ 500 വേണ്ടി 600 സംതിങ്. ഏറ്റവും ലോക്കൽ സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ പവർ ജസ്റ്റ് ഇങ്ങനെ അഡാപ്റ്റർ കൊടുത്ത് പവർ കിട്ടി. അതിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ് സാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനോട് തീർത്തില്ല, ഇങ്ങനെ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തതാണ്. ഹോൾസൊക്കെ ഇടാനുള്ള ഐറ്റംസ്. പിന്നെ ഈ ഇരിക്കുന്നത് ഞാൻ ബിൽഡ് ചെയ്തത് നെയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സാൻഡ് ചെയ്ത് പൊട്ടിച്ചെടുത്ത് ചെറിയ ഹോൾസൊക്കെ PVC ഇടാൻ വേണ്ടി സംഭവം സെറ്റാണ്. ഇത് കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞു. അടുത്തായിട്ട് ഗ്ലാസ് ആണ് പലർക്കും സംശയം. ഞാൻ ഉപയോഗിക്കുന്ന ഏതാണ് ഫേസ് ഷീൽഡ് മാസ്ക്. ഇതിനൊക്കെ ആ ഐറ്റമാണ് ഈ ഐറ്റം. ഇത് കാണിക്കുന്നില്ല. ഇതിനകത്ത് ഇവിടുത്തെ കമ്പ്യൂട്ടറാണ് ഗൈസ്. അപ്പോൾ ഇതിന് ഏകദേശം എത്ര വരുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇത് പണ്ട് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇച്ചിരി കട്ടി കൂടിയതൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും കട്ടി പറഞ്ഞാൽ നോക്കി വാങ്ങിച്ചാൽ
ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയുടെ സൈഡിൽ ഈ വീഡിയോയിൽ വരുന്ന കേട്ടോ ഒരു ഇതിന് കമ്പികൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പൊളത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇന്റീരിയറിലോട്ട് വരാൻ നമുക്ക് പ്രിന്റിൻ്റെയൊക്കെ അവസാനം ഇത് വേറെ പ്രിന്റ്. അപ്പോൾ ഇന്റീരിയർ ഞാൻ യൂസ് ചെയ്യുന്ന പ്രിന്റ് 3 ഡിസൈനൊക്കെ എൻ്റെ ഉണ്ട് നിലവിൽ. ഒന്ന് ഇതാണ് വെച്ചാൽ നൈസ് കാണാൻ. അതേപോലെ ഇത് വേറൊരു ഡിസൈൻ. ഇതിനൊക്കെ ഏകദേശം ഒരു പ്രിന്റിന് 30 രൂപയൊക്കെ വരുന്നുണ്ട്. ഇത് 12-18 ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു ഡിസൈൻ. ഇതാണ് സീറ്റിലൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസൈൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിന്റുകളാണ്, സ്റ്റിക്കർ പ്രിന്റാണ് ബേസിസ്. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിലേക്ക് കിട്ടും, ഫ്ലെക്സ് പ്രിന്റിങ് അങ്ങനെയുള്ള ഷോപ്പിലേക്ക് കിട്ടും. ഒരു ഷീറ്റിന് 30 രൂപ 40 രൂപ പല റേഞ്ചിലുള്ള പ്രിന്റുകളുണ്ട്. അടുത്തായിട്ട് ഞാൻ അങ്ങനെയുള്ള പ്രിന്റുകൾ ഞാൻ കാണിച്ചതാണ്, വേറെ ഈ പ്രിന്റുകൾ. പലതരത്തിലുള്ള പ്രിന്റുകൾ ഞാൻ കാണിച്ചാണ്. ഇതൊരു പ്രിന്റ് എടുത്ത് ഇതൊരു KSRTC ഒട്ടിക്കാൻ വേണ്ടി എടുത്തത്, കുറച്ചധികം എടുത്താൽ നിന്ന്. അപ്പോൾ ഇത് ഇവിടെ AK ഗാരേജിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്ന പ്രിന്റിങ്ങാണ്. അത്യാവശ്യം ചെറിയ രീതി കൊള്ളാം, നല്ല അത്രയ്ക്ക് പോരാ. ഇത് വേറെ പ്രിന്റ്, ഒരു ബസ്സിന് വേണ്ടി എടുത്തതാണ്. പണി പാടിപ്പോയത് ചെറിയ പ്രിന്റാണ്. അതേപോലെ പേപ്പർ പ്രിന്റാണ് മുമ്പേ കാണിച്ചു കൊടുത്തത്, ആ സീറ്റിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. പിന്നെ ഞാൻ എടുത്തൊരു പ്രിന്റാണ്, അത് 1 ഓഫ് ദ ബെസ്റ്റ് പ്രിന്റാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കാണിക്കാൻ പറ്റുമോ? ഇതാണ് എടുത്തൊരു പ്രിന്റ്. അപ്പോൾ ഇതിനകത്തുണ്ടോ പിന്നെ കുറേ ഇതുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ഗൈസ്. ട്രാൻസ്പെറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ബാക്കി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഈ സംഭവം എടുത്ത് കാണിക്കത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് കാണിക്കത്തില്ല. ഞാൻ മെയിനായിട്ട് നെയിം അടിക്കാനൊക്കെ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കറണ്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ബെസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നല്ലൊരു പോലെ ആയിരിക്കും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെയായിരിക്കും. ഇത് 1 ഓഫ് ദ ബെസ്റ്റ് പ്രിൻ്റെന്ന് പറയാം. ഞാൻ പൊട്ടിച്ചേക്കുന്ന ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം. സി നെയിം ഒട്ടിച്ചേക്കുന്നത് അതാണ്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ അകത്ത് വൈറ്റ് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റിക്കർ, വൈറ്റ് സ്റ്റിക്കർ, പ്ലെയിൻ ആൻഡ് ഫുൾ സ്റ്റിക്കർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് കളർ ഈ പേരിൽ എടുത്ത് കാണിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കാണിക്കത്തില്ല. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ്. നമ്മളിപ്പോൾ നെയിം അടിക്കാൻ അല്ലാതെ വേറെ ഈ സൈഡ് ക്വാർട്ടർ ക്ലാസ്സിൽ നിന്ന് കോട്ട്സ് നമ്മളെ അടിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റിക്കറുകൾ, അത് പലതരത്തിലുള്ള പല സ്റ്റിക്കറുകളുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാബിനിൻ്റെ സിൽവർ പോർഷൻസ് വരുത്തില്ല, അവിടെ ഒട്ടിക്കുന്നില്ല, ക്യാബിൻ സെപ്പറേറ്റ്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് ആ സൈഡ് എഴുത്തുകളൊക്കെ വരുന്നത് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ പല കളറുണ്ട്, വൈറ്റുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീനുണ്ട്, ബ്ലൂ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് നമ്മളുണ്ട്, എനിക്കറിയാം. പിന്നെ ഇത് കൂളിങ്, ഇതിനൊക്കെ കുറച്ച് ചെറിയ ചെയ്യാൻ കടയിൽ വാങ്ങിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ പ്രിന്റിൻ്റെ വില മറ്റേ പ്രിന്റിൻ്റെ വില ഞാൻ പറയുന്നത് അതിന് ഏകദേശം 70 രൂപ വരുന്നുണ്ട്. ആ ഒരു ട്രാൻസ്പെറൻറ്റ് പ്രിന്റിന് അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, നല്ല പക്കയായിട്ട് കിട്ടുന്ന ഐറ്റമുണ്ട്, സെറ്റാണ്. ആ ഒരു പൈസയ്ക്ക് സംഭവം വർത്താണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൂളിങ്, ഇതിനൊക്കെ എത്ര കഴിക്കും. ഇതിനെല്ലാം 200 വേണ്ടി വാങ്ങിക്കുക, കുറേ ഉണ്ടല്ലോ. അവിടെ കുറച്ച് മീറ്ററിന് വെച്ച് വാങ്ങിച്ചാൽ അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇലക്ട്രോണിക്കിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ ഞാൻ മറന്നുപോയി. സോൾഡറിങ് ആൻ ഇതിൻ്റെ വില ഞാൻ വെക്കുന്നില്ല. ഇത് ഞാൻ ഒരു ചെറുത് വാങ്ങിച്ച് അത് ഒട്ടും കുളത്തിലായിരുന്നു. അത് പണിയോട് പണി വന്ന് പണിയായി കൊടുത്ത് ശരിയാക്കി എടുത്ത് അത് പിന്നെയും പോയി. ഞാൻ 3 തവണ അത് പണിയായി. പിന്നെ വാങ്ങിച്ചൊരു സോൾഡറിങ്ങാണിത്. അത്യാവശ്യം വളരെ സെറ്റാണ്, പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്, അതുപോലെ നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
രസീത് ഞാൻ കാണിക്കുമ്പോൾ പോയി. ഇത് നമ്മൾ എത്ര രൂപയ്ക്കായിരുന്നു ഓർക്കുന്നില്ല, ഏകദേശം 500 മേളിലായെന്ന് തോന്നുന്നു. 500 മേളിലായിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും നല്ലൊരു സാധനമുണ്ട്, ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന റേറ്റ് ഉണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്കിങ്ങനെ അകത്തോട്ടുള്ളത് കട്ട് ചെയ്യാം. ഇതാണെങ്കിൽ PVC കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. PVC തടികളെല്ലാം കട്ട് ചെയ്യാൻ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ചെറിയ ബ്ലേഡാണ്, സെറ്റാണ്. പിന്നെ ഗ്ലൂ ഗണ്ണ് ഇതറിയില്ലല്ലോ എല്ലാവർക്കും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു ലൈറ്റുകളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ പ്രൂഫ് ആക്കത്തില്ല ലൈറ്റുകൾ വാട്ടർ പ്രൂഫ് ആക്കാനും, പിന്നെ അതേപോലെ ചെറിയ ഈ ലൈറ്റുകളൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. ഇപ്പം നമ്മൾ കാണിക്കാൻ വേണ്ടി ലൈറ്റുകളൊക്കെ ഉണ്ട്. കൊമ്പ ലൈറ്റ് ഉണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ ലൈറ്റുകൾ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. പിന്നെ നമ്മൾ കാണിക്കാൻ മറന്നുപോയി, നമ്മളിവിടെ വെച്ചിരിക്കുന്ന ലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വണ്ടിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ജസ്റ്റ് ഇങ്ങോട്ട് ഒറ്റടിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ചില പാർട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഫ്ലാഷർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചാണ് പല പല ലൈറ്റായിട്ട് കളറായിട്ട് അടിക്കുന്നത്. ഗ്രീൻ ഒട്ടിച്ചാൽ ഗ്രീൻ കളർ കിട്ടും, റെഡ് അടിച്ചാൽ റെഡ് കളർ കിട്ടും. ഇതിൻ്റെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, അടുത്തടുത്തിരിക്കുന്ന LED ആയതുകൊണ്ട് നമുക്ക് ചെറിയ സെന്റിമീറ്റർ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. മറ്റേ LED എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയതുകൊണ്ട് LED അസംബ്ലികൾ കുറച്ച് ലോങ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന അളവിൽ നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊരു ഭയങ്കര ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഗൈസ് അതിൻ്റെ. ഇതാണെങ്കിൽ പക്കയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, അതേപോലെ സെറ്റാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇനി കാണിക്കാൻ ബാക്കിയുള്ള പ്രശ്നമൊന്നുമില്ല, എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാനാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വണ്ടിയുടെ വീഡിയോ കൂടെ ചെയ്യാനുണ്ട്. കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്, വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോകളുണ്ട്, എടുക്കാനുള്ള വീഡിയോസ് ഉണ്ട്. ചിലതിൻ്റെ പണി ഒരുമാതിരി കഴിഞ്ഞിരിക്കുന്ന വണ്ടികളുണ്ട്. എല്ലാത്തിൻ്റെയും വേണ്ടി നമ്മൾ ഈ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്.